ഹലോ, എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു. ഞാൻ പ്രിയ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു മാമ്പഴ പായസത്തിന്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇതിൻ്റെ ആദ്യത്തെ യൂട്യൂബ് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയണം. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമുക്ക് മാമ്പഴ പായസം ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1 ലിറ്റർ പശുവിൻ പാൽ എടുത്തിട്ടുണ്ട്. 1 കപ്പ് മാംഗോ പ്യൂരി, അതായത് ഒരു മാങ്ങ മിക്സിയുടെ ജാറിലിട്ട് വെള്ളം ചേർക്കാതെ അരിച്ചെടുത്ത് വെച്ചതാണ്. മാങ്ങ കിട്ടാത്തവർക്കാണെങ്കിൽ മാംഗോ പൾപ്പും ഉപയോഗിക്കാം. 1/2 കപ്പ് ചവ്വരി, 1/4 കപ്പ് പഞ്ചസാര, കണ്ടൻസ്ഡ് മിൽക്ക് ആവശ്യത്തിന്. ഈ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെയും പഞ്ചസാരയുടെയും അളവ് പായസം ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ കറക്റ്റായിട്ട് പറയാം. നെയ്യ് 1 ടേബിൾ സ്പൂൺ വേണം. ഉപ്പ് 1 നുള്ള്, ഏലക്ക പൊടിച്ചത് 1/4 ടീസ്പൂൺ. ഇനി നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. നെയ്യ് ഒന്ന് ചൂടാകുമ്പോഴത്തേനും നമുക്ക് ചവ്വരി ചേർത്ത് ഒന്ന് ജസ്റ്റ് വഴറ്റിയെടുക്കണം. ഒരു 3-4 മിനിറ്റ് ഈ നെയ്യിൽ ചവ്വരി ഒന്ന് വഴറ്റിയെടുക്കണം. 1/2 കപ്പ് ചവ്വരി ചേർക്കാം. ചെറിയ തീയിലിട്ടിട്ട് ഇത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ചവ്വരി വേവാൻ വേണ്ടിയിട്ട് 3 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. മൂന്ന് ഗ്ലാസ് വെള്ളം ചേർത്ത് ഒന്ന് ഇളക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് ഒന്ന് ജസ്റ്റ് ഇളക്കുക. ചവ്വരി ഇനി നമുക്ക് മൂടി വെച്ചിട്ട് മീഡിയം തീയിലിട്ട് വേവിച്ചെടുക്കാം. ഈ ചവ്വരിയുടെ വേവിൻ്റെ പാകം എന്ന് പറയുന്നത് ആ വൈറ്റ് ബോൾസ് നല്ല കണ്ണാടി പോലെ ആവുന്നതാണ് നന്നായിട്ട് വേവുന്നത്, അതിൻ്റെ ഒരു പാകം. പക്ഷേ ഇത് നമുക്ക് ഫുള്ളായിട്ട് വേവിച്ചെടുക്കണ്ട, കാരണം നമ്മളിത് വെന്ത് കഴിഞ്ഞിട്ട് ഇത് പായസത്തിലോട്ട് ചേർത്ത് ഇളക്കാനുള്ളതാണ്. അപ്പോൾ ഏകദേശം ഒരു 1/4 ഭാഗം വേവാകുമ്പോഴത്തേനും നമുക്കെടുക്കാം. ഇത് നിങ്ങൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. വേറെ എന്തെങ്കിലും പണി ചെയ്യുന്നതിനിടയ്ക്കാണെന്നുണ്ടെങ്കിൽ മൂടി വെച്ച് വേവിക്കണ്ട, ജസ്റ്റ് തുറന്നിട്ട് തന്നെ വേവിച്ചാൽ മതി. ഇതിപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പം കണ്ടോ, പാകം കണ്ടോ? ഈ പാകം മതി, നമുക്ക് 1/4 ഭാഗത്തോളം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടുപ്പിൽ നിന്ന് മാറ്റി ഒരരിപ്പയിലോട്ട് അരിച്ച് മാറ്റി വയ്ക്കാം. ഇനി ചൂട് കട്ടിയുള്ളൊരു പാത്രം വെച്ച് നമുക്ക് പാല് തിളപ്പിച്ചെടുക്കണം. അപ്പം അതിലേക്ക് പാലൊഴിക്കുക. തീ സിമ്മിലാണ് വെച്ചേക്കണേ. പാല് ഇടയ്ക്കൊന്ന് അടി പിടിക്കാണ്ട് ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ ചെറിയൊരു എമൗണ്ടിലാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എമൗണ്ട് കൂട്ടിയെടുക്കാം, അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസ് കൂട്ടിയെടുത്താൽ മതി. ഇപ്പോൾ 2 ലിറ്റർ പാലെടുക്കണമെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഡബിളാക്കി ചെയ്താൽ മതി. പാലൊന്ന് തിളച്ച് വരുമ്പം നമുക്ക് ചവ്വരി ചേർത്ത് ഇളക്കണം. ഇത് നല്ലൊരു ഈസി പീസി പായസമാണ്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇപ്പോഴാണെങ്കിൽ നാട്ടിൽ മാമ്പഴക്കാലമാണല്ലോ, അപ്പം ഇഷ്ടം പോലെ മാങ്ങ കിട്ടും. ഞങ്ങൾക്ക് ഇവിടെ മാങ്ങ കിട്ടാനില്ലായിരുന്നു, അപ്പം പിന്നെ ഞാൻ മാംഗോ പൾപ്പാണ് വാങ്ങിച്ചത്. മാംഗോ പൾപ്പ് ആയാലും നല്ലതാട്ടോ. അപ്പം മാങ്ങ കിട്ടാൻ വിഷമമുള്ളവർ ഇങ്ങനെ മാംഗോ പൾപ്പ് വാങ്ങിച്ച് ഉണ്ടാക്കി നോക്കാം. ഇടയ്ക്കൊന്ന് അടി ചേർത്തൊന്ന് ഇളക്കുക, അടിക്ക് പിടിക്കാതിരിക്കാൻ. അതിനാണ് തീ സിമ്മിലിടണമെന്ന് പറയുന്നത്.
ഇതിപ്പം ഞാൻ എടുത്തേക്കുന്നത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ്, അതുകൊണ്ട് അങ്ങനെ എളുപ്പം അടി പിടിക്കത്തില്ല. എന്നാലും ഇളക്കി കൊടുക്കണം. ഇപ്പോൾ പാല് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ചവരി ചേർത്ത് ഇളക്കാം. ചവരി ഇങ്ങനെ കട്ട പിടിച്ചിരിപ്പുണ്ടെങ്കിൽ അതൊക്കെ ജസ്റ്റ് ഒന്ന് നമ്മുടെ കയ്യിൽ വെച്ച് തന്നെ ഒന്ന് പയ്യെ അമർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഉടഞ്ഞു കിട്ടും. തീ സിമ്മിൽ തന്നെ വെക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർക്കാം. 1/4 കപ്പ് പഞ്ചസാര ഇപ്പോൾ ചേർക്കാം. എന്നിട്ട് നമുക്ക് മധുരം നോക്കിയിട്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. പഞ്ചസാരയുടെ അളവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ. ഞങ്ങൾക്കിപ്പോൾ ഇവിടെ മീഡിയം മധുരമാണ് ഇഷ്ടം, അപ്പം അതനുസരിച്ചാണ് ഞാൻ ചെയ്യുന്നത്. മാത്രമല്ല ഇനി ഇതിലേക്ക് നമ്മൾ മാങ്ങ ചേർക്കുന്നുണ്ട്, അവസാനം കണ്ടൻസ്ഡ് മിൽക്കും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ മധുരമുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ചെറിയ അളവിൽ ചേർക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് 1 നുള്ളു ഉപ്പ് ചേർക്കാം. ആ മധുരം ഒന്ന് ബാലൻസ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. 1 നുള്ളു മാത്രം ചേർത്താൽ മതി, കൂടി പോകണ്ട. പാല് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക, അടി പിടിക്കാണ്ട്. തീ കൂട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ എല്ലാം പെട്ടെന്ന് അടി പിടിക്കും, അതുകൊണ്ട് ശ്രദ്ധിച്ച്. ഇനി ഇതിലേക്ക് നമ്മുടെ മെയിൻ ഹീറോ മാംഗോ പ്യൂരി ചേർക്കാം. ഇത് 1 കപ്പ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പം നമുക്ക് ആദ്യം ഒരു 3/4 കപ്പ് ചേർത്ത് നോക്കാം. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ബാക്കി കൂടി ചേർക്കാം. ഇപ്പം 3/4 കപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം. നിങ്ങൾ മാങ്ങ അരച്ചാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഒരു അരിപ്പയിൽ കൂടെ അരിക്കാൻ മറക്കരുത്. കാരണം മാങ്ങയിലാവുമ്പം ഇങ്ങനെ നാരൊക്കെ കാണും, അപ്പം അതൊന്നും പെടരുത്. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാൻ ബാക്കിയുള്ള മാങ്ങയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് 1 കപ്പ് മാങ്ങയുടെ പ്യൂരി ഫുള്ളായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെയും മാങ്ങയുടെ മധുരമൊക്കെ ടേസ്റ്റും അനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. മാങ്ങ ഇട്ടതിന് ശേഷം നമുക്ക് അധിക നേരം അടുപ്പത്ത് വെച്ച് വേവിക്കണ്ട. ഇതിപ്പം പാകത്തിന് കുറുകിയിട്ടുണ്ട്, ഇത്ര മതി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നിറച്ചെടുത്തിട്ടില്ല, 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് ഏലക്ക പൊടിച്ചത് ആഡ് ചെയ്യുക. 1 ടേബിൾ സ്പൂണോളം കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. മാങ്ങ ചേർത്ത് കഴിഞ്ഞപ്പോൾ നല്ല കളർ വന്നേക്കുന്നതുണ്ട്. പായസത്തിന് കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല സ്മെല്ല് വരുന്നുണ്ട്.
ഇനി നമുക്കിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. നല്ല അടിപൊളിയായിട്ടുണ്ട്. പാകത്തിന് മധുരമുണ്ട്. നല്ല മാങ്ങയുടെ അളവൊക്കെ നല്ല കറക്റ്റ് പാകമാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും എന്തായാലും ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക, അഭിപ്രായങ്ങൾ പറയുക. ഈ പായസം ഇപ്പോൾ ഇന്ന് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെ എടുത്ത് കഴിക്കാൻ നല്ല അതിലും ടേസ്റ്റാണ്, ഇരട്ടി ടേസ്റ്റാണ്. എനിക്ക് അങ്ങനെ തണുപ്പിച്ച് കഴിക്കാനാണ് ഒന്നും കൂടി ഇഷ്ടം. ഐസ്ക്രീം പോലും തോറ്റു പോകും, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഞാനിതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, ഈ പാകത്തിലാണ് ഇറക്കിയേക്കുന്നത്. ഇനി ഇത് ഇരുന്ന് ചൂടാറി കഴിയുമ്പോൾ ഒന്നും കൂടി കുറുകിക്കോളും. നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.